വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ പ്രഭവസ്ഥാനം പുഞ്ചിരിമട്ടത്തിന് മുകളിലെ വനത്തിനുള്ളിലായിരുന്നു. രണ്ട് മലകൾക്ക് ഇടയിൽ നിന്നും ഉരുൾപൊട്ടിയൊഴുകിയ മലവെള്ളപ്പാച്ചിലിൽ ജനവാസ മേഖലകൾ ആകെ അഗാധ ഗർത്തങ്ങളായി മാറി. വെള്ളാർമല കുന്നുകളിലെ മനുഷ്യവാസം അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ ആദിവാസി കോളനി കഴിഞ്ഞാൽ പിന്നെ വീടുകളില്ല. പുഞ്ചിരിമട്ടത്തിനു മുകളിൽ റോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റിനുള്ളിൽ ഇനിയും കുറെ അകലെ അങ്ങാണ് ഈ വലിയ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം. ചെറിയ ചോല പോലെ മനോഹരമായി ഒഴുകിയ ഈ നദി ഇപ്പോൾ നോക്കത്താ ദൂരത്തോളം വലിയ വീതിയുള്ള ഗർത്തങ്ങളായി മാറി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്തിനും ഒരുപാട് മുകളിൽ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിനുള്ളിലാണ്. എനിക്ക് പിറകിൽ കാണുന്ന വെള്ളരിമലകൾക്കിടയിൽ നിന്നാണ് ആ മഹാദുരന്തം പൊട്ടിയൊലിച്ചൊഴുകിയത്. ഒരു ഭാഗത്ത് കൂമ്പാച്ചിമലയും മറുഭാഗത്ത് നാഗമലയും. രണ്ട് മലകൾക്കുമിടയിൽ നിന്നാണ് കല്ലും മണ്ണും വെള്ളവും മരങ്ങളുമെല്ലാം ഒരു രാത്രി കൊണ്ട് പൊട്ടിയൊലിച്ചൊഴുകി ഒരു നാടിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞത്. 300-ലധികം ആളുകൾ മരിച്ചുപോയി. 400-ലധികം ആളുകളെ അവരിനിയും കാണാമറയത്താണ്. ആ മഹാദുരന്തത്തിന്റെ ബാക്കിപത്രം എന്നോണം വെള്ളരി മലനിരകൾ ഇപ്പോഴും അവിടെ കോടമഞ്ഞ് പുതച്ച് കിടപ്പുണ്ട്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം ന്യൂസ് 18 വേണ്ടി ഷബീർ PM, വയനാട്. ഈ മഹാദുരന്തത്തിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയെന്നതിന്റെ വിശദാംശങ്ങൾ ആയിരുന്നു ഷബീർ ആ റിപ്പോർട്ടിൽ പങ്കുവച്ചത്. എങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് വെള്ളാർമല എന്ന പ്രദേശത്താണ്. ആ പ്രദേശത്തെ ദുരിതക്കാഴ്ചയിലേക്കാണ് ഇനി. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിനകത്താണ്. പുഞ്ചിരിമട്ടത്തിനും ഒരുപാട് മുകളിൽ കാട്ടിനുള്ളിലെ ആ കാണുന്ന മലനിരകൾക്കിടയിൽ നിന്നാണ് ഈ വലിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. മണ്ണും കല്ലും മരങ്ങളുമെല്ലാം നാഗമലയ്ക്കും കൂമ്പാച്ചിമലയ്ക്കും ഇടയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുകയായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരു പ്രദേശത്തിന്റെ ആകെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയ, ഒരു നാടിനെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ആ വലിയ ഉരുൾപൊട്ടൽ അതാ ആ കാണുന്ന രണ്ട് മലകൾക്കിടയിൽ നിന്നാണ് പൊട്ടിയൊലിച്ചൊഴുകിയത്. വലിയ കോടമഞ്ഞിന്റെ ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാം. മലയുടെ മുകൾ ഭാഗം പൂർണ്ണമായി നമുക്ക് ആ കോടമഞ്ഞുകൊണ്ട് വ്യക്തമല്ല. ഏതായാലും ദൃശ്യങ്ങളിൽ അവിടെ നിന്നും വെള്ളം ഇപ്പോഴും ഒഴുകി വരുന്നത് കാണാം. ചെറിയൊരു ചോലയായി ഒഴുകിയിരുന്ന ഈ പുഴ 2 ദിവസം വലിയ രീതിയിൽ മഹാപ്രളയം പോലെ ഒഴുകിയിറങ്ങിയത് ഈ മലയ്ക്ക് മുകളിൽ നിന്നാണ്. അതിൽ നഷ്ടമായത് 300-ൽ പരം ജീവനുകളാണെങ്കിൽ അതിൽ കാണാതായത് 400-ലധികം വരുന്ന ആളുകളെയാണ്. ഇനിയും അവരൊക്കെ എവിടെയാണെന്ന് നമുക്കറിയില്ല. ഏതായാലും വനത്തിനുള്ളിലെ ഈ മേഖലയിൽ നിന്നാണ് ആ വലിയ ദുരന്തത്തിലേക്ക്, ആ വലിയ ദുരന്തത്തിന്റെ ഒരിക്കലും നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ രാത്രിയിലേക്ക് ഉരുൾ പൊട്ടിയൊഴുകിയത്.